നമ്മൾ മാത്സിന്റെ 4ാമത്തെ ചാപ്റ്ററിൽ നോക്കിക്കൊണ്ടിരുന്നേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 73ാമത്തെ പേജിലെ ചോദ്യങ്ങളാണ്. ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും സ്കൂളിൽ ഏത് ചാപ്റ്റർ വരെയാണ് പഠിപ്പിച്ചതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതനുസരിച്ച് നമുക്ക് ഇവിടെയും പോർഷൻസ് കവർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താ? 1 തൊട്ട് 25 വരെ നമ്പേഴ്സ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? 5 കോളങ്ങളിലായിട്ട് 25 നമ്പേഴ്സ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 4 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ നമ്മൾ എടുക്കണം. അതിനുശേഷം കോണോട് കോൺ മൾട്ടിപ്ലൈ ചെയ്യണം. അവയുടെ ഡിഫറൻസ് കാണണം. അപ്പോൾ കിട്ടുന്ന ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആദ്യത്തെ പാർട്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു സ്ക്വയർ എടുത്തേ. 4 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ എടുക്കണം അല്ലേ? ഞാൻ ഈ ആദ്യത്തെ 4 നമ്പേഴ്സ് എടുത്തു. ഇനി എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 1 × 7 ചെയ്യണം. പിന്നെ 2 × 6 ചെയ്യണം അല്ലേ? 1 × 7 എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 7 കിട്ടി അല്ലേ? അടുത്തത് 2 × 6 2 × 6 എത്ര കിട്ടി? 12. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 12 - 7 എത്ര കിട്ടും? 5 കിട്ടും അല്ലേ? അടുത്തത് വേറൊരു സ്ക്വയർ എടുത്ത് നോക്കിക്കേ. 4 നമ്പേഴ്സ് അടങ്ങുന്ന ഈ സ്ക്വയർ എടുക്കാനായിട്ട് പോവാ. ഈ സ്ക്വയറിലെ നമ്പറുകളെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതായത് 4 × 10 4 × 10 എത്ര കിട്ടും? 40. അടുത്ത് 5 × 9 5 × 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 അല്ലേ? 45. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 45 - 40. അവിടെ എത്ര കിട്ടി? അവിടെയും 5 കിട്ടി അല്ലേ? വേറൊരു സ്ക്വയർ നോക്കിയാലോ. ഈ 4 നമ്പേഴ്സ് അടങ്ങുന്ന സ്ക്വയർ ഞാൻ അടുത്തതായിട്ട് എടുത്തു. ഇവിടെയും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അതായത് 11 × 17 11 × 17 എത്ര ആൻസർ കിട്ടുന്നത്? 187 കിട്ടും അല്ലേ? അടുത്തത് ഏതാണ്? 12 × 16 ചെയ്യണം. 12 × 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 192. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 192 - 187 എത്ര ആൻസർ വരുന്നത്? അവിടെയും 5 ആണല്ലേ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. അതായത് നമ്മളിവിടെ 3 സ്ക്വയർ എടുത്തപ്പോഴും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ എത്രയാണ് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടിയത്? എല്ലായിടത്തും 5 അല്ല കിട്ടിയത്. അതായത് നമുക്ക് എന്ത് പറയാം? 4 നമ്പേഴ്സ് അടങ്ങുന്ന ഏതൊരു സ്ക്വയർ എടുത്താലും അവ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ ആ ഡിഫറൻസ് എത്രയായിട്ട് കിട്ടും? 5 ആയിട്ട് കിട്ടും. ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്താണെന്ന് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി അതെങ്ങനെയായിരിക്കും ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നത്? നമ്മുടെ കലണ്ടറിലെ ക്വസ്റ്റ്യൻ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഈ സ്ക്വയറിലെ ഓരോ എൻട്രീസും നമ്മൾ വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തല്ലേ? എങ്ങനെയാന്ന് ഓർക്കുന്നുണ്ടോ അത്? ആ സ്ക്വയറിലെ ആദ്യത്തെ എൻട്രി എന്തായിട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത്? എക്സ് ആയിട്ടായിരുന്നല്ലേ എടുത്തത്? ആദ്യത്തെ എൻട്രി എക്സ് ആയിട്ടായിരുന്നു എടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത എൻട്രി എങ്ങനെ കിട്ടുന്നത്? എക്സ് കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ലേ? തൊട്ടടുത്ത നമ്പർ, അതായത് x+1 എന്ന് കിട്ടും. x+1. അടുത്തത് താഴെയുള്ള നമ്പർ എങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്? കലണ്ടറിന്റെ ഓർക്കുന്നുണ്ടോ? പക്ഷെ ഇവിടെ നോക്കിക്കേ, 7 കോളം നമുക്കുണ്ടോ? എത്ര കോളമേ ഉള്ളൂ? 5 കോളമേ ഉള്ളൂ. കലണ്ടറിലായിരുന്നെങ്കിൽ നമുക്ക് 7 കോളം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് 5 കോളമേ ഉള്ളൂ. അതായത് എക്സിന്റെ നേരെ താഴ്ച സംഖ്യ എത്ര എൻട്രി കഴിഞ്ഞിട്ടാ വരുന്നത്? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ 4 എഴുതിയിട്ടുണ്ടല്ലേ? 4ന്റെ താഴ്ച സംഖ്യ 9 ആണ് അല്ലേ? 4ന്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിലേ ഈ 9 കിട്ടുള്ളൂ. എത്ര എൻട്രി അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്? ഇവിടെ 4 1 കൂട്ടുമ്പോൾ 5 കിട്ടും. 2 കൂട്ടിയാൽ 6 3 കൂട്ടിയാൽ 7 4 കൂട്ടിയാൽ 8 5 കൂട്ടിയാൽ 9 കിട്ടും അല്ലേ? അതായത് ആദ്യത്തെ എൻട്രിയുടെ കൂടെ എത്ര കൂട്ടിയാലാണ് അതിന്റെ അടിയിലത്തെ സംഖ്യ കിട്ടുന്നത്? 5ഉം കൂടെയും കൂട്ടിയാലാണ് അടിയിലത്തെ സംഖ്യ കിട്ടുന്നത് അല്ലേ? കാരണം ഇവിടെ 5 കോളമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ എൻട്രിയുടെ കൂടെ 5 കൂട്ടിയാലാണ് അതിന്റെ തൊട്ട് താഴത്തെ എൻട്രി കിട്ടുള്ളൂ. അതായത് ഇവിടെ എക്സിനോട് എത്ര കൂട്ടണം? 5 കൂട്ടണം അല്ലേ? അപ്പോൾ x+5 ആയിരിക്കും ഈ എക്സിന്റെ തൊട്ട് താഴത്തെ സംഖ്യ. ഇത് x+5. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളതോ? അടുത്ത സംഖ്യ അല്ലെ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x+6 ആയിരിക്കും. ഇത് x+6 ആയിരിക്കും. ഈ നമ്പർ ചാർട്ടിൽ നിന്ന് ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയറിന്റെ ജനറൽ ഫോം ഏതായിരിക്കും? x തൊട്ടടുത്തത് x+1
ഇനി എക്സിന്റെ താഴെ കിടക്കുന്നത് 5ഉം കൂടെ കൂട്ടുന്നത് അല്ലേ, അതായത് x+5 x+6. ആ കലണ്ടറിന്റെ ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങളൊന്ന് ഒത്തു നോക്കിക്കോട്ടോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. ആദ്യം ഞാൻ എക്സും x+6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാ. അതായത് x ഇൻറ്റു x+6 ഈക്വൽ ടു എത്ര കിട്ടും, x ഇൻറ്റു x ചെയ്യണം, x ഇൻറ്റു 6 ചെയ്യണം അല്ലേ. അപ്പോൾ x ഇൻറ്റു x പ്ലസ് x ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു x ഇൻറ്റു എക്സോ x² പ്ലസ് x ഇൻറ്റു 6 6x. അടുത്തത് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, അതായത് x+1 ഇൻറ്റു x+5 x+1 ഇൻറ്റു x+5 ദാറ്റ് ഈസ് ഈക്വൽ ടു x കൊണ്ട് ഈ എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യണം 5നെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, അതായത് x ഇൻറ്റു എക്സും ചെയ്യണം പ്ലസ് x ഇൻറ്റു 5ഉം ചെയ്യണം. അടുത്തത് 1 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം 5നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, അതായത് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു x ഇൻറ്റു എക്സ് x² പ്ലസ് x ഇൻറ്റു 5 5x പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് പ്ലസ് 1 ഇൻറ്റു 5 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5xും എക്സും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും, 6x അല്ലേ, അതായത് x² പ്ലസ് 6x പ്ലസ് 5. ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ ഏതൊക്കെ കിട്ടിയത്, ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, x² പ്ലസ് 6x കിട്ടി. അടുത്തത് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ എത്ര കിട്ടിയത്, x² പ്ലസ് 6x പ്ലസ് 5ഉം കൂടെ കിട്ടി അല്ലേ, അതായത് ഇവിടെ ഡിഫറൻസ് എത്രയാണ്, ഈ എക്സ്ട്രാ വന്ന ഈ 5 ആണ് ഇവിടെ ഡിഫറൻസ് അല്ലേ, അതായത് ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അതായത് ഈ നമ്പർ ചാർട്ടിലെ 4 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയറിന്റെ ജനറൽ ഫോം x x+1 x+5 x+6 എന്ന് നമുക്ക് എഴുതാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഏതൊക്കെ ആൻസർ കിട്ടിയത്, x² പ്ലസ് 6xും കിട്ടി, x² പ്ലസ് 6x പ്ലസ് 5ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും, ഡിഫറൻസ് 5 എന്ന് കിട്ടി. ഈ ഡിഫറൻസ് തന്നെ അല്ലായിരുന്നോ നമ്മൾ നമ്പർ ഉപയോഗിച്ച് ചെയ്തപ്പോഴും കിട്ടിയത്, ഇവിടെ എല്ലായിടത്തും 5 അല്ലേ ഡിഫറൻസ് കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യുന്നത്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ യൂസ് ചെയ്ത ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ 4 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ നമ്മൾ എടുത്തല്ലേ, അതിനുശേഷം ഡയഗണൽ ആയിട്ട് സമ്മ് കണ്ടുപിടിച്ചു, ആ സമ്മുകളുടെ ഡിഫറൻസും കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്, അങ്ങനെ കിട്ടുന്ന ആ ഡിഫറൻസ് എല്ലാ സ്ക്വയറുകൾക്കും ഈക്വൽ ആണെന്ന് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്ത് അല്ലേ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 4 സംഖ്യകൾ അടങ്ങുന്ന ആ സ്ക്വയറിന് പകരം ഇവിടെ എത്ര സംഖ്യകളാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, 9 സംഖ്യകളാണല്ലേ. 9 സംഖ്യകൾ അടങ്ങുന്ന ഒരു സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ എന്താ ചെയ്തത്, ആ ഡയഗണൽ ആയിട്ട് കിടക്കുന്ന സംഖ്യകളുടെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം, അതിനുശേഷം അവയുടെ ഡിഫറൻസും കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആദ്യത്തെ പാർട്ട് എന്താ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ സംസ്. ഇവിടെ ഡയഗണൽ ആയിട്ട് കിടക്കുന്ന സംഖ്യകൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഞാൻ അവയുടെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് പോവുക, അതായത് 6 പ്ലസ് 20 ഇങ്ങനെയല്ലേ ഡയഗണല്. അപ്പോൾ 6 പ്ലസ് 20 6 പ്ലസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 26 അല്ലേ. അടുത്തത് ഇങ്ങനെ, അതായത് 10 പ്ലസ് 12 10 പ്ലസ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 22. ഈ സമ്മുകളുടെ ഡിഫറൻസ് എത്രയാണ്, ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 26 മൈനസ് 22 അല്ലെ, എത്ര കിട്ടും, 4 എന്ന് കിട്ടും. അതായത് കോണോട് കോൺ സമ്മ് കണ്ടുപിടിച്ച് അതിന്റെ ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാ കിട്ടുന്നത്, 4 ആണ് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. അതായിരുന്നു ഒന്നാമത്തെ പാർട്ട് അല്ലെ. അടുത്തത് രണ്ടാമത്തെ പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര അല്ലെ. അതായത് വേരിയബിൾ ഉപയോഗിച്ച് നമുക്കിത് പ്രൂവ് ചെയ്യണം. വേരിയബിൾ ആയിട്ട് ഏതൊക്കെ എടുക്കേണ്ടത്, നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ഓരോ എൻട്രിയും എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 20 എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞത്, അതായത് 20 എത്രാമത്തെ കോളത്തിലാണ് കിടക്കുന്നത്, 4ാമത്തെ കോളത്തിൽ അല്ലെ.
കോളത്തിന്റെ എണ്ണം ഇൻറ്റു റോയുടെ എണ്ണം. എത്രാമത്തെ റോയിലാ? 5ാമത്തെ റോയിലാ അല്ലെ? അതായത് 4 × 5 ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ 20 കിട്ടിയത്. ഇവിടെ 16 എങ്ങനെ കിട്ടിയത്? എത്രാമത്തെ കോളത്തിലാ? 8ാമത്തെ കോളത്തിൽ അല്ലെ? എത്രാമത്തെ റോയിലാ? 2ാമത്തെ റോയില്. അതായത് 8 × 2 ചെയ്തപ്പോഴാണ് 16 കിട്ടിയത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്ക്വയറിലെ ഓരോ എൻട്രിയും എങ്ങനെ കിട്ടുന്നത്? അത് എത്രാമത്തെ കോളത്തിലെയാന്ന് നോക്കുക, എത്രാമത്തെ റോയിലെയാന്ന് നോക്കുക അല്ലെ? അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഓരോ എൻട്രിയും കിട്ടുന്നത്. ഞാൻ ഈ സ്ക്വയർ തന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അടയാളപ്പെടുത്താനായിട്ട് പോവുക. അതായത് 6 തുടങ്ങിയുള്ള സ്ക്വയറല്ലേ കിടക്കുന്നത്? ഇവിടെയാണ് 6 കിടക്കുന്നത്. 6 തുടങ്ങി 10 വരെ, പിന്നെ താഴത്തോട്ട് 20 വരെ, ഇങ്ങോട്ടേക്ക് മുകളിലേക്ക്. ഈ ഒരു സ്ക്വയറല്ലേ ഈ മാറ്റി വരച്ചേക്കുന്നത്? ഓക്കെ. ഇനി ഇവിടെ 6 എങ്ങനെ കിട്ടിയത്? എത്രാമത്തെ കോളത്തിലാന്ന് നോക്കുന്നു, ഇൻറ്റു എത്രാമത്തെ റോയിലാന്ന് നോക്കുന്നു അല്ലെ? ജനറലൈസ് ചെയ്ത് നമുക്ക് അപ്പൊ എങ്ങനെ പറയാം? കോളത്തിന്റെ നമ്പർ നമുക്ക് n എന്ന് എടുക്കുക, n. റോയുടെ നമ്പറോ? റോ m ആയിട്ട് നമ്മൾ എടുക്കുക, m. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എൻട്രി അതെങ്ങനെ വരും? n × m എന്നല്ലേ വരുന്നത്? എത്രാമത്തെ കോളത്തിലാ? nth കോളത്തിലല്ലേ? എത്രാമത്തെ റോയിലാ? mth റോയില്. അതുകൊണ്ട് എൻട്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? n × m. n m എന്നായിരിക്കും ആദ്യത്തെ എൻട്രി, n m. അടുത്തത് ഇനി ഏതാ വേണ്ടേ? ഒരെണ്ണം കഴിഞ്ഞിട്ടുള്ളത് അല്ലെ? ഈ 10ന്റെ സ്ഥാനത്തിൽ ഏതാന്ന് നോക്കുക. അതായത് ഈ കോളം n ആണെങ്കിൽ തൊട്ടടുത്ത കോളം ഏതായിരിക്കും? ഒന്നും കൂടെ കൂടുതൽ അല്ലെ? അതായത് അതിന്റെ നമ്പർ ഏതായിരിക്കും? n+1 ആയിരിക്കും അല്ലെ തൊട്ടടുത്തത്? അപ്പൊ ഇത് n+1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യം ഇതാ അല്ലെ? 10ന്റെ ആ കോളം ഏതാണെന്ന് നോക്കേണ്ടത്. ഇത് n+1. അപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ളത് ഏതായിരിക്കും? n+2 ആയിരിക്കും അല്ലെ? n+2 ആയിരിക്കും. അപ്പോൾ ഈ 10 കിടക്കുന്നത് എത്രാമത്തെ കോളത്തിലായിരിക്കും? ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n+2th കോളത്തിലായിരിക്കും അല്ലെ? റോയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? 6 കിടക്കുന്ന അതേ റോയിൽ തന്നെയല്ലേ കിടക്കുന്നത്? അതായത് 6 കിടക്കുന്ന ഏത് റോയിലാ? ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ mth റോയിൽ അല്ലെ? അപ്പോൾ ഈ mth റോയിൽ തന്നെയാണ് ഈ 10 കിടക്കുന്നത്. അതായത് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻട്രിയുടെ പൊസിഷൻ ഏതാണ്? n+2th കോളത്തിലും mth റോയിലും അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ എൻട്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോളത്തിന്റെ എണ്ണം ഇൻറ്റു റോയുടെ എണ്ണം. അതായത് കോളത്തിന്റെ എണ്ണം ഏതാണ്? n+2. റോയുടെ എണ്ണമോ? m. അതായത് അതിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ എങ്ങനെ കിട്ടും? n+2 × m. അടുത്തത് ഇനി 12ന്റെ പ്ലേസ് കണ്ടുപിടിക്കണം അല്ലെ? അത് ഏത് കോളത്തിലാ? നമ്മുടെ ആദ്യത്തെ എൻട്രിയുടെ കോളത്തിൽ തന്നെയല്ലേ? അതായത് ആദ്യത്തെ എൻട്രി ഏത് കോളത്തിലായിരുന്നു? nth കോളത്തിൽ അല്ലെ? ജനറൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. nth കോളത്തിലാണ് ആദ്യത്തെ എൻട്രി കിടക്കുന്നത്. അപ്പോൾ കോളത്തിന്റെ നമ്പറിന് മാറ്റമില്ല. nth കോളം ഏത് റോയിലാണ് കിടക്കുന്നത്? mth റോയിലാണോ? അല്ലല്ലേ? ഇത് mth റോയ്, തൊട്ടടുത്തത് m+1th റോ അല്ലേ? അതിലും അല്ലല്ലോ കിടക്കുന്നത്. അതിന് ശേഷമുള്ള റോയിലല്ലേ കിടക്കുന്നത്? അതായത് ഏത് റോയിലാ? m+2th റോയിലാണ് ആര് കിടക്കുന്നത്? 12 കിടക്കുന്നത്. 12ന്റെ പൊസിഷൻ ഏതാണ്? nth കോളത്തിലും m+2th റോയിലുമാണ് ഈ എൻട്രി കിടക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ എൻട്രി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോളത്തിന്റെ നമ്പർ ഇൻറ്റു റോയുടെ നമ്പർ. അതായത് n × m+2. n × m+2. അടുത്തത് ലാസ്റ്റത്തെ അല്ലെ? ലാസ്റ്റത്തെ എൻട്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏത് കോളത്തിലാ? ഈ എൻട്രിയുടെ കോളം തന്നെയാണ് അല്ലെ? അതായത് n+2th കോളം. ഏതാ റോയ്? ഇതാ ഇങ്ങനെ വന്ന് ഇതാണ് നമ്മുടെ റോയ് അല്ലേ? അതായത് ഏത് റോയാ? m+2th റോയാണ്. കോളത്തിന്റെ നമ്പർ n+2ഉം റോയുടെ നമ്പർ m+2 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ എൻട്രി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോളം ഇൻറ്റു റോ. അതായത് n+2 × m+2. n+2 × m+2. ഇതാണ് നമ്മുടെ 9 സംഖ്യകൾ അടങ്ങുന്ന സ്ക്വയറിന്റെ ജനറൽ ഫോം. ഓരോ കോർണറിലെ നമ്പറുകളാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ലെ? nm, n+2 × m, n × m+2, n+2 × m+2. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ കോണോട് കോണുള്ള നമ്പറുകൾ കൂട്ടുക, അതിനുശേഷം അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലെ? ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള എലമെന്റ് തമ്മിൽ കൂട്ടുക അല്ലെ? അതായത് ഏതൊക്കെ തമ്മിൽ കൂട്ടണം? nm ഉം n+2 × m+2 കൂടെ കൂട്ടണം അല്ലെ? nm + n+2 ×
m plus 2. ഇങ്ങനെയല്ലേ ആദ്യത്തെ ക്രോസ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു nm, അതേപോലെ തന്നെ nm പ്ലസ്, ഇനി n കൊണ്ട് m നെ മൾട്ടിപ്ലൈ ചെയ്യണം, 2 നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് nm പ്ലസ് n ഇൻറ്റു 2 2n പ്ലസ്, അടുത്തത് 2 കൊണ്ട് m നെ മൾട്ടിപ്ലൈ ചെയ്യണം, 2 നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് 2m പ്ലസ് 2 ഇൻറ്റു 2 4. ദാറ്റ് ഈസ് ഈക്വൽ ടു nm പ്ലസ് nm 2nm അല്ലേ. 2nm പ്ലസ് 2n പ്ലസ് 2m പ്ലസ് 4. അടുത്തതിന് എന്ത് ചെയ്യണം? ഇങ്ങനെ ക്രോസ് ആയിട്ട് ആഡ് ചെയ്യണം അല്ലേ. അതായത് n പ്ലസ് 2 ഇൻറ്റു എമ്മും n ഇൻറ്റു m പ്ലസ് 2 തമ്മിൽ ആഡ് ചെയ്യണം. n പ്ലസ് 2 ഇൻറ്റു m പ്ലസ് n ഇൻറ്റു m പ്ലസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ m കൊണ്ട് ഈ രണ്ട് സംഖ്യനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. nm 2m nm പ്ലസ് 2m പ്ലസ്, അടുത്തതിന് എങ്ങനെയാ? n കൊണ്ട് ഈ m നെ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 2 നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് nm പ്ലസ് 2n ദാറ്റ് ഈസ് ഈക്വൽ ടു, nm ഇവിടെയുണ്ട്, ഒരു nm കൂടെ ഉണ്ട് അല്ലേ. അപ്പൊ എത്രയായി? 2n പ്ലസ് 2m പ്ലസ് 2n. നമുക്കിവിടെ രണ്ട് സമ്മുകളും കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ സമ്മ് എന്താണ്? 2nm പ്ലസ് 2n പ്ലസ് 2m പ്ലസ് 4. രണ്ടാമത്തതോ 2nm പ്ലസ് 2m പ്ലസ് 2n. അടുത്തതിന് എന്ത് ചെയ്യണം? ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറൻസ് എന്താ കൂടുതലുള്ളത്? ആദ്യത്തെ 3 ടേം രണ്ടിനും സെയിം ആണ് അല്ലെ. 2nm പ്ലസ് 2n പ്ലസ് 2m രണ്ടിനകത്തും ഉണ്ട്. പിന്നെ എന്താ കൂടുതലുള്ളത്? ഈ 4 ആണല്ലേ കൂടുതലുള്ളത്. അപ്പോൾ എന്താ ഡിഫറൻസ് വരുന്നത്? ആ 4 ആയിരിക്കും നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. അതായത് 9 നമ്പേഴ്സ് അടങ്ങുന്ന സ്ക്വയർ എടുത്തിട്ട് ഡയഗണൽ ആയിട്ടിരിക്കുന്ന സംഖ്യകളുടെ സം കണ്ട് അതിന് ഡിഫറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡിഫറൻസ് എത്രയായിട്ടാണ് കിട്ടുള്ളൂ? ഡിഫറൻസ് 4 ആയിട്ടാണ് കിട്ടത്തുള്ളൂ. അത് ഓൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. അടുത്തത് ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? വാട്ട് അബൌട്ട് എ സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്? ഇനി എത്ര നമ്പേഴ്സ് അടങ്ങുന്ന സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞത്? 16 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്പർ ഒന്ന് എടുത്തു നോക്കിയാലോ. എത്ര നമ്പേഴ്സാണ് വേണ്ടത്? 16 നമ്പേഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 മുതൽ താഴത്തേക്ക് ഈ 4 നമ്പേഴ്സ്, പിന്നെ ഇങ്ങോട്ടേക്ക് ഈ 4 നമ്പേഴ്സ്, അതിനുശേഷം ഒരു സ്ക്വയർ വരയ്ക്കുക. ഇപ്പൊ മൊത്തത്തിൽ എത്ര നമ്പേഴ്സായി? 16 നമ്പേഴ്സായി അല്ലേ. ഇവിടെ 16 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ ഞാൻ എടുത്തു. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഡയഗണൽ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സം എടുക്കുക, അതിനുശേഷം ഡിഫറൻസ് എടുക്കുക. ഇപ്പോൾ ഓരോ കോർണറിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6 ഉണ്ട്, ഇവിടെ 24, ഇവിടെ 36, ഇവിടെ 9 അല്ലെ. ഇതാണ് ഡയഗണൽ ആയിട്ടുള്ള നമ്പേഴ്സ്. ഇനി ഇതിന്റെ സം കണ്ട് നോക്കിയാലോ. ആദ്യം ഇങ്ങനെ ഡയഗണൽ ആയിട്ട് നോക്കുക. അതായത് 6 പ്ലസ് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 42 അല്ലെ. അടുത്തത് ഇങ്ങനെ സം കണ്ടേ. 24 9 കൂടെ കൂട്ടുക. 24 പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 33 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇനി ഡിഫറൻസ് എത്രയായിരിക്കും? ഡിഫറൻസ് 42 മൈനസ് 33. 42 മൈനസ് 33 എത്ര ആൻസർ കിട്ടുന്നത്? 9 അല്ലെ. ഡിഫറൻസ് നമുക്ക് 9 ആയിട്ട് കിട്ടി. 16 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ എടുത്തിട്ട് അതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് കണ്ട് ആ സമ്മുകളുടെ ഡിഫറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഡിഫറൻസ് 9 ആയിട്ട് കിട്ടും. ഇനി ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം അല്ലെ. എങ്ങനെയായിരിക്കും ഓരോ എൻട്രീസും? ആദ്യത്തെ ഈ എൻട്രി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോളത്തിന്റെ നമ്പർ n ആയിട്ട് നമ്മൾ എടുക്കുന്നു, റോയുടെ നമ്പർ m ആയിട്ട് എടുക്കുന്നു അല്ലെ. അതായത് കോളത്തിന്റെ നമ്പർ നമ്മൾ n ആയിട്ട് എടുക്കും, റോയുടെ നമ്പർ m ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഈ എൻട്രി എങ്ങനെ കിട്ടുന്നത്? കോളത്തിന്റെ നമ്പർ ഇൻറ്റു റോയുടെ നമ്പർ, അതായത് n m. അടുത്തത് ഈ എൻട്രി അല്ലെ. അപ്പോൾ കോളത്തിന്റെ നമ്പർ എത്രയായിട്ട് മാറും? ഇത് n ആണെങ്കിൽ അടുത്തത് n+1 വരും, n+2 വരും, അടുത്തത് n+3 വരും അല്ലെ.
അതായത് നമ്മുടെ ഈ എൻട്രിയുടെ പൊസിഷൻ ഏതായിരിക്കും, എത്രാമത്തെ കോളത്തിലായിരിക്കും? n+3 എന്ന കോളത്തിലായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ എൻട്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോളത്തിന്റെ നമ്പർ ഇൻറ്റു റോയുടെ നമ്പർ. കോളം ഏതായിരുന്നു എന്നാ പറഞ്ഞേ? n+3 ആയിരിക്കും കോളം അല്ലെ. അങ്ങനെയാണെങ്കിൽ എൻട്രി എന്താണ്? n+3 ഇൻറ്റു m. n+3 ഇൻറ്റു m. അടുത്തത് ഈ പൊസിഷൻ അല്ലെ. കോളത്തിന്റെ നമ്പർ ഏതാ? ഇത് എന്ത് കോളമായിട്ടല്ലേ നമ്മൾ എടുത്തത്? അതുകൊണ്ട് ആ സെയിം കോളത്തിൽ തന്നെയാണ് അല്ലെ. അപ്പൊ കോളം n തന്നെയാണ്, പക്ഷെ റോയ്ക്ക് മാറ്റമില്ലേ. ഈ റോയുടെ പേരാണ് m. അങ്ങനെയാണെങ്കിൽ അടുത്തതോ m+1 ആയിരിക്കും അല്ലെ. അടുത്തതോ m+2. അടുത്തത് നമ്മുടെ എൻട്രി ഉള്ള റോയോ m+3 ആയിരിക്കും അല്ലെ. m+3. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻട്രി എത്രയായിരിക്കും? കോളത്തിന്റെ നമ്പർ ഇൻറ്റു റോയുടെ നമ്പർ. കോളത്തിന്റെ നമ്പർ ഏതാ? n അല്ലെ. n ഇൻറ്റു m+3. n ഇൻറ്റു m+3. അടുത്തത് ലാസ്റ്റത്തെ എൻട്രിയോ? അത് എത്രാമത്തെ കോളത്തിലാ? n+3th കോളത്തിൽ അല്ലെ. എത്രാമത്തെ റോയിലാ? m+3th റോയില്. അങ്ങനെയാണെങ്കിൽ എൻട്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? n+3 ഇൻറ്റു m+3. n+3 ഇൻറ്റു m+3. ഈ എന്നും എമ്മും ഒക്കെ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുന്നതാട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒന്നാമത്തെ കോളത്തിലാന്ന് വിചാരിക്കരുത്. ജനറൽ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് nth കോളം. 16 നമ്പേഴ്സ് അടങ്ങുന്ന സ്ക്വയർ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലെ. അതിന്റെ ഓരോ കോർണറിലെ നമ്പറുകൾ നമുക്ക് ഇങ്ങനെ കിട്ടി. nm, n+3 ഇൻറ്റു m, n ഇൻറ്റു m+3, n+3 ഇൻറ്റു m+3. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യണം അല്ലെ. അതായത് ആദ്യം nm പ്ലസ് n+3 ഇൻറ്റു m+3 ദാറ്റ് ഈസ് ഈക്വൽ ടു nm അതുപോലെ തന്നെ എഴുതണം അല്ലെ. nm പ്ലസ് അടുത്തത് ഈ ബ്രാക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? n കൊണ്ട് m നെ മൾട്ടിപ്ലൈ ചെയ്യണം, n കൊണ്ട് 3 നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് nm പ്ലസ് n ഇൻറ്റു 3n പ്ലസ് അടുത്തതിനെന്താ? i3 കൊണ്ട് m നെ മൾട്ടിപ്ലൈ ചെയ്യണം, 3 നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു m 3m പ്ലസ് 3 ഇൻറ്റു 3 9 ദാറ്റ് ഈസ് ഈക്വൽ ടു nm പ്ലസ് nm 2nm അല്ലെ. 2nm പ്ലസ് 3n പ്ലസ് 3m പ്ലസ് 9. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ക്രോസ് ആയിട്ട് ആഡ് ചെയ്യണം. അതായത് n+3 ഇൻറ്റു m പ്ലസ് n ഇൻറ്റു m+3 ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ m കൊണ്ട് ഈ ബ്രാക്കറ്റിലെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് nm കിട്ടും, 3m കിട്ടും. nm പ്ലസ് 3m പ്ലസ് അടുത്ത് n കൊണ്ട് ഈ ബ്രാക്കറ്റിൽ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? nm കിട്ടും, 3n കിട്ടും. nm പ്ലസ് 3n ദാറ്റ് ഈസ് ഈക്വൽ ടു nm ഇവിടെ ഉണ്ട്, ഒരു nm കൂടെ ഉണ്ട് അല്ലെ. അതായത് 2nm പ്ലസ് 3m പ്ലസ് 3n. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഈ രണ്ട് സമ്മുകളും കണ്ടുപിടിച്ചു അല്ലെ. ആദ്യത്തെ സം ഇത്, രണ്ടാമത്തെ സം ഇത്. ഇനി ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് എന്താ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്? ഈ സം നോക്കിക്കേ, 2nm പ്ലസ് 3m പ്ലസ് 3n. ഇതോ 2nm പ്ലസ് 3n പ്ലസ് 3m പ്ലസ് 9 കൂടെ ഉണ്ട് അല്ലെ. അതായത് എക്സ്ട്രാ എന്താ വന്നിരിക്കുന്നത്? ഈ 9 ആണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്. അതായത് ഈ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് 9 ആയിട്ട് നമുക്ക് കിട്ടി. അത് തന്നെയല്ലായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയത്? നമ്പർ എടുത്ത് ചെയ്തപ്പോൾ ആ ഡിഫറൻസ് തന്നെയല്ലേ കിട്ടിയത്? 9 ആണ് ഇവിടെയും ഡിഫറൻസ് കിട്ടിയേക്കുന്നത് അല്ലെ. ഇവിടെ നമ്മൾ അത് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. 4 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ എടുത്ത് ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് കണ്ടുപിടിച്ച് അതിനുശേഷം ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ ആ ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു? ആ ഡിഫറൻസ് 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു അല്ലെ. ഇവിടെയോ 9 നമ്പേഴ്സ് അടങ്ങുന്ന സ്ക്വയർ എടുത്തിട്ട് ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് കണ്ടുപിടിച്ചു, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 4 ആയിട്ട് കിട്ടി.
അടുത്തത് 16 നമ്പേഴ്സ് അടങ്ങുന്ന സ്ക്വയർ എടുത്താലോ? അതിന്റെ ഡിഫറൻസ് 9 ആയിട്ട് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ 25 നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താൽ എത്രയായിരിക്കും ഡിഫറൻസ് വരുന്നത്? ആ ഡിഫറൻസ് 16 ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റിന് ചെയ്യാനുള്ളത്.